ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ഉണ്ടല്ലോ, ജോബ് കാർഡിൽ പറഞ്ഞ കംപ്ലയിൻസുകൾ ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ബ്രേക്ക് ചെക്കപ്പ്, സെൽഫ് അടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടെന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, പിന്നെ ഫ്യൂൽ മീറ്റർ ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ടിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ടൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. സെൽഫ് അടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടെന്നുള്ള കേസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾ സർവീസിനായിട്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്കതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനർ തന്നെയാണ്, വലിയ പഴക്കമായിട്ടില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി നമുക്ക് പിടിപ്പിക്കാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ ചെക്ക് ചെയ്തു, കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ബോക്സിൽ വന്ന ഓയിൽ നോക്കി നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയർ കുറച്ചും കൂടി ഓടാനുണ്ട്, ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം. കാരണം പ്ലഗും അഴിഞ്ഞു പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈറ്റ് ആടുന്നു. തന്നെയല്ല, നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ പ്ലഗും കൂടി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടാം. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗവും ചെക്ക് ചെയ്തു, അതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ അതിനകത്ത് തന്നെ ഓരോ പാർട്സുകളാണത്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ഇത് രണ്ടും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ചെറിയൊരു പ്ലേ, അതായത് ഒരു കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ്, സ്റ്റാർട്ടിംഗ് ആണ്, ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വേരിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബുഷുകൾ 6 ബുഷ് വരും, റോളർ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് റോളർ സെറ്റ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഓരോ സൈഡിലും തേമാനങ്ങൾ ഡിഫറൻ്റ് ആയ രീതിയിലാണ്. അപ്പോൾ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും മാറുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഈ ഒരു ഐറ്റം കൂടി നമുക്ക് മാറ്റിയിടണം. ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് നമുക്ക് മാറ്റിയിടണം. ഇത് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അപ്പോൾ ഇപ്പോൾ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അബ്നോർമലായിട്ടുള്ളൊരു ചെറിയ സൗണ്ട് വേരിയേഷൻ തോന്നിയത് ക്ലച്ചിനകത്ത് നിന്ന് മാത്രമാണ്. അത് ഈ വന്ന ഒരു ഐറ്റത്തിൻ്റെ ആണ് കേട്ടോ. അത് ചെറുതായിട്ട് നമ്മൾ കുറേ കൂടി ഓടുന്നതിൻ്റെ അനുസരിച്ചിട്ട് കംപ്ലയിൻറ്റ്സ് കൂടും. അതായത് ഇതിപ്പോൾ ആരംഭമാണ്, ചെറിയൊരു പ്ലേ, എത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ കൂടി ഓടുന്നതിൻ്റെ അനുസരിച്ചിട്ട് ചെറിയ കൂടുതലായിട്ട് പ്ലേ വരും, സൗണ്ടിൽ വേരിയേഷൻ വരും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കുറേ കൂടി ഉപയോഗിച്ചിട്ട് അടുത്ത സർവീസിന് കയറ്റി ചെയ്താലും മതി. ഇനി അതല്ല, എപ്പോഴും ഇങ്ങനത്തെ കംപ്ലയിൻസുകൾ കാണിക്കുമ്പോൾ എപ്പോഴും സേഫ് കാണിക്കുമ്പോൾ തന്നെ മാറ്റി പുതിയത് ഇടണമായിരിക്കും. അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു, അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. ഈ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകളും ചെക്ക് ചെയ്ത് ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ബുഷ്, കോളർ ബുഷാണ്, മെറ്റലിൻ്റെ ബുഷുണ്ട്, അത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീസ് ചെയ്യണ കൂട്ടത്തിൽ ആ ബുഷ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ അങ്ങോട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കി, കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനെ കിടക്കുന്നത്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റാക്കി എടുക്കാം ഓക്കെ ആയിട്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ, വീൽ ബെയറിങ് കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ ഇരിക്കുന്ന ബാറ്ററി പുത്തൻ ബാറ്ററിയാണ്, അതായത് 2026 ആണ്ടിൽ വെച്ചാണ് ബാറ്ററിയാണ്, അതായത് ഈ വർഷം വെച്ചാണ് ബാറ്ററിയാണ്. അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്കതിൻ്റെ ഒരു പൊട്ടൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. പൊട്ടൽ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് കുറയ്ക്കുന്ന സമയത്ത് ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഈ യൂണിറ്റിൻ്റെ വാൽവ് ഓപ്പൺ ആയിരിക്കണതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്തിടുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടണം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് ഞാൻ എടുത്ത് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ ഈ വീലും ഈ റോളർ സെറ്റ് മാറ്റിയിടണമെന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, മാറ്റി പോകണതാണ് സേഫ്. ഇനി അതല്ല, നമുക്ക് കുറേ കൂടി ഓടിക്കാം, ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ടാവുന്നുള്ളൂ. അതായത് കുറച്ചും കൂടി ഓടണതിൻ്റെ അനുസരിച്ച് സൗണ്ട് കൂടും. ഇപ്പോൾ ഉള്ള സൗണ്ട് ആ രീതി തന്നെ നിൽക്കും.
തേയ്മാനം വന്നതിനനുസരിച്ച് ചെറിയ സൗണ്ട് വേരിയേഷൻസും വലിയ കുറവും കാണിക്കും. അപ്പോൾ മാറ്റിയിട്ടാലും മതി. അല്ലെങ്കിൽ അടുത്ത സർവീസിൽ നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ഇപ്പോൾ ആരംഭമാണ്. അപ്പോൾ ഇത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ മാറ്റണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തരാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു, സൗണ്ടിൻ്റെ കേസ് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊരു സൗണ്ട് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയിട്ട് അത് പറയാം. പിന്നെ ഫ്യൂൽ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് കൂട്ടത്തിക്കിട്ടൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ.